അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂടിക്കാഴ്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടിക്കാഴ്ചയിൽ ഇന്ന് വളരെ പഴക്കമുള്ള സൗദിയെക്കുറിച്ച് ചില ഓർമ്മകൾ, ചില വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ്. ഒരു 1973 മുതൽ വിദേശിയായി ഇപ്പോഴും സൗദിയിൽ താമസിക്കുന്ന, സൗദിയിൽ ജോലി ചെയ്യുന്ന ബഹുമാന്യനായ ഹസൻ കോയ സാഹിബാണ് നമ്മോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു പ്രായത്തിലും, പ്രായം ആയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിച്ചോളണമെന്നില്ല, ഈ ഒരു പ്രായത്തിലും ഈ സ്റ്റുഡിയോയിലേക്ക് വരാനും ഈ പ്രോഗ്രാം പങ്കെടുക്കാനും കാണിച്ച ഈ ഒരു മനസ്സിനെ നമുക്ക് അഭിനന്ദിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോയുടെ തുടക്കം മുതലേ തന്നെ പീസ് റേഡിയോ ഒരു ശ്രോതാവ് കൂടിയാണ്. അതുമാത്രമല്ല, ഒരു അഭ്യുദയകാംക്ഷിയാണ്. ചില ഏരിയകളിലൊക്കെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ മനസ്സ് കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളെ ഏവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോയ സാഹിബ് സുഖല്ലേ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. നമ്മുടെ ഈ ഒരു കൂടിക്കാഴ്ച, ഏകദേശം കൂടിക്കാഴ്ച എന്നുദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ സൗദിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും എന്തായിരുന്നു പഴയ സൗദി എന്നത് അറിയാനും, പിന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു പ്രായത്തിലുള്ള ഇവിടെ അനുഭവങ്ങളും ആണ് നമ്മൾ ഈ റേഡിയോൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇവിടെ ശ്രോതാക്കൾക്ക് വേണ്ടി കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 1973 സൗദി അറേബ്യയിലെത്തി എന്ന് പറഞ്ഞു. എത്തുന്നതിന് മുന്നേ കോഴിക്കോട് സ്വദേശിയായ നിങ്ങൾ എന്തായിരുന്നു കുടുംബ പശ്ചാത്തലം ഒന്ന് വിവരിച്ചാൽ നന്നായിരുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഏതായാലും പീസ് റേഡിയോ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഇതിൻ്റെ പീസ് റേഡിയോൻ്റെ പ്രവർത്തനം വളരെ അധികം ശ്ലോകനീയമാണ്. കാരണം 24 മണിക്കൂറും പരിപാടിയുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. മാഷാ അല്ലാഹ്. നല്ല അല്ലാഹു അത് നിലനിർത്തട്ടെ. ഞാൻ ജനനം കോഴിക്കോട്. എന്നെ തീയതി പറയണോ? 1945 ജനിച്ചു. 1945 ജനിച്ചിട്ടുള്ള ഒരു അറിയപ്പെടുന്ന തറവാട്ടിൽ ജനിച്ചത്. പക്ഷേ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലായിരുന്നു. എൻ്റെ ഫാദറും 5 കുട്ടികളായിരുന്നു. 3 ആൺകുട്ടികൾ, 2 പെൺകുട്ടികൾ. ഞാൻ ലാസ്റ്റാണ്. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ജ്യേഷ്ഠന്മാർ ജോലി ചെയ്യുന്ന, ഉപ്പയും ജോലി ചെയ്യുന്ന അവസ്ഥയിലാണ്. പക്ഷേ മീറ്റ് ദ എൻഡ് എന്നുണ്ടല്ലോ, ഒരു എങ്ങനെയെങ്കിലും 2 എൻഡ് ആക്കാൻ പ്രയാസപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അതായത് ഞാൻ SLC പഠിക്കുന്ന സമയത്ത് അധികം ഇതില്ല, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അൽഹംദുലില്ലാ. അത് എനിക്ക് ഒരു എൻഗേജ്മെൻറ്റും പാരൻസിന് ഒരു പ്രതീക്ഷയായി. അത് കഴിഞ്ഞിട്ട്, അതായത് അത്രയ്ക്ക് പ്രയാസമുള്ള സമയത്തും പഠിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായി. കോഴിക്കോട് സ്വദേശി. അന്ന് കോഴിക്കോട് വിദ്യാഭ്യാസമൊക്കെ എല്ലാവരും വിദ്യാഭ്യാസം നേടിയിരുന്ന ഒരു കാലമായിരുന്നു. അതോ കുറച്ച് ആളുകളായിരുന്നു വെച്ചാൽ വിദ്യാഭ്യാസത്തിന് പരിഗണന കൊടുത്തില്ല. വെച്ചാൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഒരാഴ്ച ലീവാണ്. സ്കൂളിൽ പോകണില്ല എന്ന് പരീക്ഷയുടെ അന്നായിരിക്കും കല്യാണം. എന്നാലും പരീക്ഷയിൽ പഠിക്കുന്നില്ല അങ്ങനെ ചോദ്യമല്ല. പഠിക്കുന്നവർ പഠിക്കുക. അതേ സ്ഥാനത്ത് എല്ലാവരും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ നീ പഠിക്കുന്നുള്ള ചോദ്യമല്ല. SLC പരീക്ഷയ്ക്ക് പോലും എന്താ പഠിക്കുന്നില്ല ആ ചോദ്യമില്ല. സ്വന്തം പഠിക്കുക. എന്നാലും അന്നത്തെ കാലത്ത് പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അടുത്തത് ഫാറൂഖ് കോളേജിലെ പ്രീ ഡിഗ്രിക്ക് പോവാണ്. പ്രീ യൂണിവേഴ്സിറ്റി. അത് ഒരു 1 ഇയറാണ്, ഒരു കൊല്ലമാണ്. അതിൽ ചേർന്നില്ല. അതിൽ 4 വിഷയമാണുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, പിന്നെ മാത്സ്. 50 മാർക്ക് പ്രകാരം അതിൽ സെക്കൻഡ് ക്ലാസ് പാസ്സായി. അടുത്ത സ്റ്റെപ്പ് എൻ്റെ ഉപ്പൻ്റെ ആഗ്രഹം ഡോക്ടർ പോകണം. പക്ഷേ എനിക്കറിയാം എൻ്റെ ഫീൽഡ് എൻജിനീയറിംഗ് ആണ്. അതിനുള്ള മാർക്ക് മാത്തമാറ്റിക്സിലും ഫിസിക്സിലും
ടോപ്പ് മാർക്കുണ്ട്. മാത്സ് 100%, 50-ൽ 50, ഫിസിക്സിൽ 48 ഔട്ട് ഓഫ് 50 ഉണ്ട്. കെമിസ്ട്രി കുറച്ച് മോശമായിരുന്നു. ഫിസിക്സ് മോശം എന്ന് പറഞ്ഞാൽ 22 മാർക്കായപ്പോഴല്ലേ. ഇവിടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ തന്നെ എന്താണ് നമ്മളുടെ ടേസ്റ്റ് എന്ന് അന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആരെങ്കിലും പറയും എഞ്ചിനീയറിങ്ങിന് പോകണം അല്ലെങ്കിൽ ആരെങ്കിലും ഡോക്ടർ ആവണം എന്ന് പറഞ്ഞതിനപ്പുറം കോയ സാഹിബ് നിങ്ങളുടെ ഒരു ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അന്ന് തന്നെ പഠിക്കാൻ ശ്രമിച്ചു അല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് തന്നെ പോയി. എഞ്ചിനീയറിംഗ് പോയിട്ടില്ല. അപ്പം ഫാദർ നിർബന്ധം ഡോക്ടർ ആവണം എന്നുള്ളതാണ്. പക്ഷേ അതേ സ്ഥാനത്ത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് 2 ആളെ കൊണ്ട് പറയിച്ചു. അപ്പോൾ ഞാൻ വിദ്യാഭ്യാസമുള്ള നമ്മുടെ കുടുംബത്തിലുള്ള അവരെന്നെ വിളിച്ച് ചോദിച്ചു എന്താ. ഞാൻ പറഞ്ഞു എൻ്റെ ടേസ്റ്റ് ഇതാണ്, എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ കഴിയില്ല, എൻ്റെ ടേസ്റ്റ് എഞ്ചിനീയറിംഗിലാണ്. എന്നൊരു കാര്യം നിങ്ങൾ BSc ചേർന്നോളൂ. BSc ചേർന്നിട്ട് ഒരു 3 കൊല്ലം അവസരം ഉണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ ആലോചിച്ചോളൂ. BScയിൽ ചേർക്കുമ്പോൾ കെമിസ്ട്രി ബയോളജി മാർക്ക് വേണം. അന്ന് 50-ൽ ക്ലാസ്സിൽ ചോദിച്ചു മാർക്ക് അത് പറഞ്ഞപ്പോൾ എല്ലാവരും 40-ൻ്റെ മുകളിലാണ്, ഔട്ട് ഓഫ് 50. ഞാൻ അന്നൊരു കളവ് വരുന്നത് 44 എന്ന് പറഞ്ഞു. 22 മാർക്ക് കിട്ടിയ ആളെ 44 എന്ന് പറയേണ്ടി വന്നു. കാരണം അത് മോശമാണ്. അങ്ങനെ ഒരാളെ സ്പെഷ്യൽ ഇതിൽ എടുത്തതാണ്. അവസാനം പ്രൊഫസർ പോയിട്ട് കണ്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധമുണ്ട്, ഞാൻ കളവാ പറഞ്ഞത്, പക്ഷേ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യില്ല. അടുത്ത ആഴ്ച എഞ്ചിനീയർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുന്ന ഉറപ്പാണ്, എനിക്ക് കിട്ടും, സീറ്റ് കിട്ടും, അതിനുള്ള മാർക്ക് എനിക്കുണ്ട്. അപ്പോൾ അയാൾ തലയാട്ടി വന്ന് ഓക്കെ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗ് റിസൾട്ട് വന്നു. മെറിറ്റിൽ കൊല്ലത്ത് മുസ്ലിം കോളേജിൽ TK എഞ്ചിനീയറിംഗ് മെക്കാനിക്കലിൽ ചേർന്നു. ആ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം എന്താ നാട്ടിൽ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഡയറക്റ്റ് ഗൾഫിലേക്ക്? ഇല്ല, ഗൾഫിലേക്ക് വന്നിട്ടില്ല. അത് അപ്പോൾ തന്നെ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് എന്നാണ് കണ്ണൂർ പ്ലൈവുഡ് ഫാക്ടറി ഉണ്ട്. അത് നമ്മുടെ കുടുംബമായിട്ട് ബന്ധമുള്ള ഇതാണ്. അതിൽ റെക്കമെൻഡേഷൻ തന്നെയാണ്. അത് നോക്കുമ്പോൾ എഞ്ചിനീയർക്ക് ജോലി കിട്ടാൻ തന്നെ എളുപ്പമാണ്. ഒരു അപ്രൻറ്റീസായി ട്രെയിനായിട്ട് എടുത്തു. അന്നൊരു ട്രെയിനിങ് കൊടുത്തോണ്ടിരുന്ന 100 രൂപ. ഏത് വർഷത്തിലത്? അത് 1971. 1970 100 രൂപ മാസ ശമ്പളത്തിന് വർക്ക് ചെയ്ത്. പക്ഷേ ഞാൻ ചേർന്ന് അടുത്ത മാസം തന്നെ 200 ആക്കി. ഓക്കെ, അൽഹംദുലില്ലാ 200 ആക്കി. അപ്പോൾ അവിടെയുള്ള ഒരു ലൈഫ് കൊണ്ട് അന്നത്തെ കാലത്തുള്ള ജീവിതം പിന്നെ 100-200 കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം പിന്നെ അതിൽ പറ്റിയെന്താ വെച്ചാൽ എനിക്കൊരു VIP ട്രീറ്റ്മെൻറ്റ് തന്നു. അവിടുത്തെ ഗസ്റ്റ് ഹൗസിലാണ് അഡ്മിഷൻ. എനിക്ക് ഇത് റൂം വന്നത് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ VIP. അവിടുത്തെ ഫുഡ് ഞാൻ പേ ചെയ്യണം. അപ്പോൾ ഈ 200 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 10 പൈസയേ ഉള്ളൂ. ഒരു സേഫ്റ്റി ഷൂ വാങ്ങാനും കൂടി പൈസ ഇല്ല. വൈകിട്ടിട്ടാണ് ഫാക്ടറി പോകേണ്ടി വന്നത്. എന്തായാലും അവിടെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗൾഫിലേക്ക് വരാനുള്ള ഒരു സാധ്യത എങ്ങനെ തെളിഞ്ഞ് വന്നതാണോ? അത് ആഗ്രഹം കൊണ്ടാണോ? അത് ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടാണോ ഗൾഫ് ഒരു പ്രവാസിയാവണമെന്ന്? അങ്ങനെ ഏതായാലും എനിക്ക് ഇത് 2 പ്ലാൻ ഉണ്ടായിരുന്നു. ഒന്നുകിൽ നാട്ടിൽ തന്നെ ജോലി ചെയ്യണം കേരളത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ പുറത്ത് പോകണം. നിങ്ങൾ ബോംബെ, ഡൽഹിയോ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ സാലറി ചിലപ്പം ഹൈ സാലറി കിട്ടും, പക്ഷേ അവിടുത്തെ താമസം കോസ്റ്റ് ഓഫ് ലിവിങ് കിട്ടും. ദേ വോണ്ട് ബി എനി സേവിങ്. അപ്പോൾ 2 ആണല്ലോ. ഒന്നുകിൽ കേരളത്തിലൂടെ നിൽക്കാം, അല്ലെങ്കിൽ ഗോ ഔട്ട് ഓഫ് ഇന്ത്യ. നിൽക്കുമ്പോൾ ബൈ ചാൻസ് ഒരു 1.5 കൊല്ലം അവിടെ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫാദറിലും എൻ്റെ അനുജൻ അവർ അവിടെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ബഹ്റൈനിലേക്ക് 3 എഞ്ചിനീയർമാരെ വേണമെന്ന്, നെയിൽ ഫാക്ടറിയിലേക്ക്. അതിൽ ആണി ഉണ്ടാക്കുന്ന. അത് ഞാൻ ചോദിച്ചു എഞ്ചിനീയർമാർ എന്തിനാണ്? അതല്ല, ഞങ്ങൾക്ക് വിസ ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ എത്താമെന്നാണ്. എനിക്ക് പറ്റിയ ജോലിയല്ല, ഞാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാം കൂടി കുടുംബമെല്ലാം കൂടി ഇടപെട്ടിട്ട് പറഞ്ഞ് ചാൻസ് വിസ കിട്ടിക്കിന് പോയിക്കൂടെ, ടിക്കറ്റ് കൊണ്ടുവരുന്നുണ്ടെന്നാണ്. അങ്ങനെ മനസ്സോടെ ഞാൻ പോകാനുള്ള തീരുമാനത്തിലെത്തുകയാണ്. അപ്പോൾ മാനേജിങ് ഡയറക്ടർ, വെസ്റ്റേൺ ഇന്ത്യൻ്റെ മാനേജിങ് ഡയറക്ടർ മദ്രാസിലുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ മാനേജിങ് ഡയറക്ടറെ കാണുന്ന കമ്പനി എന്ന് പറയുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ മനസ്സില്ലാണ്ട് മാത്രം പോവുകയാണ്, നിങ്ങളെ കമ്പനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ അസുഖം പോയാൽ ഒരു കാര്യം ചെയ്ത് പോയിക്കോളൂ, അവിടെ പ്രശ്നമില്ലേ, യുവർ സീറ്റ് ഈസ് ഓപ്പൺ, യു കം ബാക്ക് എനി ടൈം. തിരിച്ചു വന്നാൽ പിന്നെ ബഹ്റൈനിൽ വന്നു. അപ്പോൾ പിന്നെ നിവൃത്തിയാൽ പോകേണ്ടി വന്നു. ബഹ്റൈനിൽ വന്നു. ആദ്യത്തെ യാത്ര, ഫ്ലൈറ്റ് യാത്ര ബഹ്റൈനിലേക്കാണോ അതോ അതിന് മുന്നേ? ബഹ്റൈനിലേക്ക് ആദ്യത്തമാണ്. അതിൽ ചെറിയൊരു അനുഭവം പറയാനുണ്ട്. മദ്രാസ് ടു ബോംബെ, ബഹ്റൈനാണ് ഫ്ലൈറ്റ്. മദ്രാസിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരാളായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ ടയർ ബെസ്റ്റ് ആവുക, പൊട്ടുക, കണ്ടോണ്ടിരിക്കുക. ഞാൻ അടുത്ത ഫ്ലൈറ്റ് പോകേണ്ട ആളാണ്. അപ്പോൾ തന്നെ നെഞ്ഞെടുപ്പ് വരും, സാധാരണ വരും, അല്ലെങ്കിൽ ആദ്യത്തെ യാത്ര വളരെ പ്രയാസമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫ്ലൈറ്റിലിരിക്കും അടുത്തുള്ള ആളെ കൂടെ ഞാൻ പറഞ്ഞു ഞാനിതാ ആദ്യമായിട്ട് യാത്ര ചെയ്യാണ്, എന്നൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു.
പക്ഷേ എനിക്ക് സീറ്റ് ബെൽറ്റ് കെറ്റി ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഉറങ്ങുക, അത്ര ഉറങ്ങി ഉറങ്ങി ബോംബെയിലെത്തിയപ്പോൾ അയാൾ വിളിക്കുക, അല്ല നീയല്ലേ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യാണ്. പിന്നെന്താ എനിക്കൊരു യാതൊരു മൈൻഡും ഇല്ല. ഞാൻ പറഞ്ഞ് പേടിച്ചുറങ്ങിയായിരിക്കും, വേറെ നിവർത്തിയില്ലല്ലോ. എന്നിട്ട് അവിടുന്ന് ബോംബെയിൽ പക്ഷെ എന്തായാലും മദ്രാസിൽ ഈ കാരണം ഈ ഫ്ലൈറ്റിൻ്റെ ഇത് കാരണം 2 മണിക്കൂർ ലേറ്റായിട്ടാണ് മദ്രാസ് ഫ്ലൈറ്റ് ബോംബെയിലെത്തി. ബോംബെയിൽ നിന്നും ട്രാൻസിറ്റ് ആയിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് തന്നെ പിടിച്ച് കയറ്റിയിട്ട് ബോംബെയിൽ ഫ്ലൈറ്റിൽ മറ്റേ ബഹ്റൈൻ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ എയർപോർട്ട് കണ്ടിട്ടില്ല. അത്ര പെട്ടെന്ന് ബോംബെയിൽ ബഹ്റൈനിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ പിറ്റേന്ന് ഫാക്ടറി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ച ആ പ്രശ്നം തന്നെയാണ് ഇവിടെ ഇതുണ്ടാവില്ല. അന്ന് മുതൽ ഞാൻ നിയത്താക്കി ഇവിടെ എപ്പോഴാണ് കഴിച്ചല്ലോ. അതേ സ്ഥാനത്ത് അവരെ ടിക്കറ്റും ഇതൊക്കെ ആയിട്ട് വന്നതല്ലേ, കുറച്ചൊരു ഒബ്ലിഗേഷൻ ഉണ്ടല്ലോ. പക്ഷെ അതിൽ മാനേജർ ഉണ്ടായിരുന്നു, അയാൾ കഴിക്കാനുള്ള ഒരു മലയാളി മാനേജർ, അയാളാണ് കൊണ്ടുപോയതൊക്കെ. അയാൾ കാശൊന്നും ആണ്ട് ഇതായി കൊണ്ടുപോയതാണ്. എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാനിവിടുന്ന് പോകും കേട്ടോ. എന്നാൽ പിന്നെ എന്നോട് കൂടി പറയാണ്ട് പോകണം കേട്ടോ. അങ്ങനെ പോയിക്കോളും, എന്നോട് കൂടി പറയരുതാണ്. അങ്ങനെ 1.5 കൊല്ലം നിൽക്കേണ്ടി വന്നു. അപ്പോൾ സൗദിയിൽ ആണ് എൻ്റെ അടുത്ത നോട്ടം. സൗദി കൂടെ മുനീർ എന്നിട്ട് എൻ്റെ സഹപാഠി കോളേജിൽ പഠിച്ച കൂടെ കോളേജ് മീറ്റും ബന്ധുവും ആണ്. അത് സൗദിയിൽ അന്നേരമുണ്ട്. മൂപ്പരായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അവസാനം സൗദിയിൽ വന്ന് എന്താ ചെയ്യാന്നുള്ളത്. സൗദിയിൽ അങ്ങനെ ഒരു പെരുന്നാരാവ് ഉംറ വിസയിൽ വരിക, ആദ്യത്തെ വരവ് അല്ലേ, ഉംറ വിസ വരികയാണ്. അന്ന് ഫ്ലൈറ്റ് ഉണ്ട്, എന്താണ് ഗൾഫിൽ പിടിച്ചെന്ന് പറഞ്ഞിട്ട് ബഹ്റൈൻ ദമ്മാം ഒരു 1/2 മണിക്കൂർ ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിലൂടെ പെരുന്നാരാവ് വന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ 2 ദിവസം കഴിഞ്ഞ നേരം ഞാനും ഇദ്ദേഹം കൂടിയും മുനിവരും കൂടിയും റോഡിൽ നിൽക്കണം. എൻ്റെ വീട്ടിലാണ് താമസിക്കേണ്ടത്, ഫാമിലി വീട്ടിൽ തന്നെ ഗസ്റ്റായി താമസിപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു വീട്ടിൽ 2-3 മാസം ഗസ്റ്റായിട്ട് താമസിക്കുകയാണ്. 3-ാമത്തെ ദിവസം റോഡിൽ കുറ്റയും പോയി യൂസുഫ് അൽ ദോസ്തരി നമ്മളിപ്പോൾ വർക്ക് ചെയ്ത കമ്പനിയിലെ മാനേജർ അൽഫാസ് ആരാ മുനീർന്ന് വെച്ചത്, ഇതുപോലെ എഞ്ചിനീയർ ബഹ്റൈനിൽ നിന്ന് ബന്ധമാണ്. നാളെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. പിന്നെ ഓഫീസിൽ തന്നു, ഡ്രോയിങ് നോക്കിയിട്ട് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, 1400 റിയാൽ ശമ്പളം അന്നത്തെ കാലത്ത്. 500 റിയാലായിരുന്നു ബഹ്റൈനിൽ, ഫുഡ് അക്കോമഡേഷന് എല്ലാം കൂടി. അപ്പോൾ അത് പറഞ്ഞ മാതിരി സേവിങ് ഒന്നുമില്ല. അപ്പോൾ 1400 തന്നെ ഭയങ്കര ഇതാണെന്ന്. അന്നത്തെ റേഞ്ചിൽ നല്ല സാലറിയാണ്. അങ്ങനെ അത് ഏറ്റെടുത്തു, സ്റ്റാർട്ട് ചെയ്ത്. അതായത് 1400 റിയാലിൻ്റെ ജോലി പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് കിട്ടിയതല്ല, റോട്ടിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം അല്ലേ. അപ്പോൾ ജോലി അന്ന് കയറിയ അതേ സ്പോൺസറുടെ കീഴിലാണ് ഇന്നും. അപ്പോൾ അദ്ദേഹത്തിനും പ്രായമായിട്ടുണ്ടാവുമല്ലോ അദ്ദേഹത്തിന് അന്നൊരു 50-55 വയസ്സുള്ളൂ. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം മരിച്ചുപോയി. അതിൻ്റെ 3 കുട്ടികളുണ്ടാണ്. അന്നത്തെ മൂത്ത മകനും എൻ്റെ മൂത്ത മകനും ഒരേ പ്രായമാണ്. അത് ശരി. അത് കഴിഞ്ഞ് ഇപ്പോഴുള്ള മകൻ, അവർ 3-ാമത്തെ മകനാണ് കമ്പനി നടത്തുന്നത്. അവൻ ജനിച്ച് ഞാൻ ജോയിൻ ചെയ്ത ശേഷമാണ്. ഇനി നമുക്ക് അറിയേണ്ടത്, ഇപ്പോൾ ആളുകൾക്ക് അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തുള്ള സൗദിയെക്കുറിച്ചുള്ള ധാരണ എന്തായിരുന്നു, എന്താണ് അന്ന് നിങ്ങൾ മനസ്സിലാക്കിയ സൗദി ഏത് രൂപത്തിലായിരുന്നു? സൗദിയിൽ ഞാൻ അവിടെ ബഹ്റൈനിലുള്ളപ്പോൾ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ബഹ്റൈനിൽ സൗദി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളവിടെ പോകരുത്, അവിടെ മനുഷ്യന്മാരുണ്ടാവില്ല, അതൊക്കെ അല്ല, ആരുണ്ടാവില്ല, ഒറ്റപ്പെട്ട മരുഭൂമിയാണ്, അങ്ങനെയാണ് വളരെ പ്രയാസപ്പെടും. ഇൻഫർമേഷൻ അതുകൊണ്ട് അവരെ ഭാഷയിലാണെങ്കിൽ അത് ശരിയാണ്. ഇവിടെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 4-5 ഫാമിലി, മലയാളി ഫാമിലിയും ഒരു 5-6 ബാച്ചിലേഴ്സും. ഇതാണ് ഞാൻ അറിയുന്നത് ദമാമിലുള്ളത് കോബോറായിട്ടുള്ളത്. അതിൽ പഴയ അതുകൂടാതെ പിന്നെ ലേബേഴ്സ് ആയിട്ടുള്ളത് യമനികളാണ്. ഇന്ത്യക്കാരോ അല്ലെങ്കിൽ മലയാളത്തായിട്ടൊന്നും ഇല്ല, മിഡിൽ ക്ലാസ് ആരുമില്ല, അങ്ങനെ വരുന്നില്ല. ഇന്ന് കാണുന്നൊരു ഡെവലപ്മെൻറ്റുള്ള വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ദമാമിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ അമീർ റോഡില്ലേ, ആ റോഡോട് തീർന്ന് അത്രേ ഉള്ളൂ. അവിടുന്ന് ഷെറാട്ടണിലൊക്കെ കണ്ടുമ്പോൾ കടല, അവിടുന്ന് ഷെറാട്ടണിലൊക്കെ ഉള്ള മുതൽ കോർണിഷ് മുഴുവൻ കാരണമാണ്. പിന്നെ ഇപ്പുറത്ത് നിങ്ങൾ മദീനത്തുലുമ്മയില്ലേ ഒരു സഭ തുടങ്ങിയിട്ടില്ലേ, അതോടുകൂടി തീർന്ന്. അപ്പോൾ അന്ന് പിന്നെ ആ ഒരു മലയാളി ഫ്രണ്ട് അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, സ്വന്തമായിട്ട് പിന്നെ വേറെ കുടുംബക്കാരും ഇല്ലാതെ ഒരു പിന്നെ ഇന്നത്തെ കാലത്ത് പോലെ ഒരു തെക്കേപ്പുറം കൂട്ടായ്മ പോലത്തെ കൂട്ടായ്മ തെക്കേപ്പുറം ഞാനല്ലാണ്ട് ഒരാരും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ തെക്കേപ്പുറത്തെ പ്രതിനിധി ആയിട്ട് വന്നു. പിന്നെ കോഴിക്കോട് നിന്നുള്ള 2 പേരുണ്ടായിരുന്നു തെക്കേപ്പുറങ്ങളില്ലാത്ത, സെയ്താലി കാതിരി നാട്ട്, അവർ ആരാംകോല നേഴ്സായിരുന്നു. അപ്പം വീക്കെൻഡിൽ അവർക്ക് ഒരു കമ്പനിക്ക് വേണ്ടി എന്നെ കൊണ്ടുപോകും, എന്നിട്ട് അവിടെ രാത്രി അവിടെ താമസിക്കും.
ഒരു ദിവസം കാതിൻ്റെ കൂടെ ഒരു ദിവസം. പിന്നെ ഇതേമാതിരി ഈ 8 ഫാമിലികളുണ്ടല്ലോ, അവരെ കൂടെ വ്യാഴാഴ്ച പോയി കഴിഞ്ഞാൽ ശനിയാഴ്ച വരെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ താമസിച്ച്. അത്ര ഒരു കോപ്പറേഷൻ ആയിരുന്നില്ലേ? കാരണം കോപ്പറേഷൻ ഇല്ലാണ്ട് നിവൃത്തി, എല്ലാവർക്കും കമ്പനി വേണം, അപ്പോൾ കിട്ടിയവരെ വിടില്ല. എന്നിട്ട് ഈ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പിന്നെ മാറി നിന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു 8 ഫാമിലിയിൽ ചേർന്നിട്ട് ഇങ്ങനെ ഒതുങ്ങേണ്ടി വന്നു. ഹോം സിക്നെസ് ഉണ്ടാവും, പക്ഷേ അത് അൺഅവോയ്ഡബിൾ ആണ്. അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അന്നത്തെ കമ്മ്യൂണിക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം തന്നെ. അന്ന് ബഹ്റൈനിൽ നിന്നുള്ളപ്പോൾ ഒരു കോളിന് 12 റിയാൽ, ഒരു മിനിറ്റിന് 12. ഇവിടെ വന്നപ്പോൾ എന്താക്കണമെന്ന് വെച്ചാൽ അന്ന് എനിക്ക് തന്ന വീട്, കമ്പനി തന്ന വീട് ഒരു വില്ലായിരുന്നു. അതിൽ നല്ല 3 റൂമും 2 ബെഡ്റൂമും വലിയൊരു സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്. ലാൻഡ് ലൈന് കമ്പനി ആവശ്യത്തിന് എനിക്ക് ഫിറ്റ് ചെയ്ത് തന്നു, അവർ വിളിക്കാൻ വേണ്ടി. ലാൻഡ് ലൈനേ ഉള്ളൂ. അപ്പോൾ ലാൻഡ് ലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞ് ചോദിക്കണം എൻ്റെ ബുക്കിംഗ് എന്തായിരുന്നു. ബുക്കറ നാളെ അത് കഴിഞ്ഞ് പോയി നാളെ ചോദിക്കുന്ന പറയാം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ തന്നെ ഹലോ കിലോ എന്ന് പറഞ്ഞിട്ട് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അത് ട്രങ്ക് ബുക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് പിന്നൊന്ന് വന്നത് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അന്നേരം നമ്മുടെ സാറ്റലൈറ്റിൻ്റെ ഡോക്യുമെൻറ്റ് രാവിലെ 10 മുതൽ 1 മണി വരെ ഇന്ത്യക്കാൾ ടൈം. അത് നിങ്ങൾ രാവിലെ പോയിട്ട് ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ആൾക്കാരത്തെ തട്ടിയുള്ള ബുക്ക് ആയിട്ട് വരിക, അതൊക്കെ വായിച്ചിരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് കുറച്ച് ഒരു 11 മണിക്കാകുമ്പോഴോ ഹസൻ വിളിച്ച് എന്നിട്ട് ഞങ്ങൾ ബോത്തിലോട്ട് കയറി കഴിഞ്ഞാൽ കുറേ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ, പൈസ കൊടുത്തിട്ട് പിരിയാച്ചാൽ സൗണ്ട് കേട്ടൊരു സമാധാനം, അത്ര. അല്ലാണ്ട് കമ്മ്യൂണിക്കേഷൻ തീരില്ല. പിന്നെ പേപ്പർ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരിക, റെഗുലർ ന്യൂസ് പേപ്പറൊക്കെ. കത്ത് പിന്നുള്ള കത്തും തന്നെ നാട്ടിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ വരണമെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയും ഇവിടെ പോസ്റ്റിൽ. അത് കിട്ടി. അതൊക്കെ വായിക്കലായിരുന്നു ഒരു ആശ്വാസമല്ലേ? പിന്നെ അന്നത്തെ കാലത്ത് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ നോമ്പ് കാലം നമ്മളൊക്കെ ഇവിടെ എങ്ങനെയായിരുന്നു? അപ്പോൾ അതൊക്കെ പിന്നെ നോമ്പും തറാവിയും തറാവി വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് അത്ര ഒരു ഇൻവോൾവ്മെൻറ്റ് അങ്ങനെ ഉണ്ടല്ലോ. പ്രായത്തിൻ്റെയും അന്നത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയിരുന്നു. നോമ്പിന് എൻ്റെ ജോലി അന്ന് തുടങ്ങിയ ആരാംകോ പ്രോജക്ട്സാണ്. അവിടെ രാഷ്ട്രം വരാൻ അതിൻ്റെ അവിടെ നിന്ന് നോമ്പ് പറയുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. ആ പ്രായത്തിൽ ഭക്ഷണമൊന്നും പ്രശ്നമില്ല, നല്ല ആരോഗ്യമുണ്ട്. വൈകുന്നേരം വരെ ജോലി ചെയ്ത് വൈകുന്നേരം നോമ്പ് പറഞ്ഞ് ജോലി ചെയ്യാൻ താല്പര്യം. അപ്പം പിന്നെ തറാവിയൊന്നും അന്ന് കാര്യമായിട്ട് നിസ്കാരമൊക്കെ അൽഹംദുലില്ലാ അന്നുണ്ട്. പക്ഷേ തറാവിയൊന്നും അത്ര ഇതായിട്ട് സീരിയസ് ആയിട്ട് ചെയ്തിട്ടില്ല. ഞാൻ അത് പറയാൻ ചോദിക്കാൻ കാരണം എന്താ പറയുക, ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുന്ന തന്നെ ഒരു ഖുർആൻ ക്ലാസ്സിൽ വെച്ചിട്ടാണ്. ഇവിടെ ഒരു ഖുർആൻ ക്ലാസ്സിൽ അപ്പം അന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പ്രായത്തിൽ ഖുർആനും പഠിക്കാനും ഹദീസ് പഠിക്കാനൊക്കെ വന്നു. അപ്പം ഞാൻ ആ ഒരു ധാരണയിലാണ് ചോദിച്ചത്. അത് എൻ്റെ ജാഹിലിയ കാലാണ് നിങ്ങൾ ചോദിക്കുന്നത്. 73 മുതൽ 80 വരെ ജാഹിലിയ കാലം എന്ന് പറയും. പക്ഷേ ജാഹിലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമില്ലെങ്കിലും ദീനിനോട് അത്ര ഞാൻ വരുന്നത് ഒരു സുന്നി ഫാമിലിനാണ്. മുജാഹിദിനോട് എനിക്ക് അത്ര സ്നേഹം തോന്നിയിട്ടില്ല. നമ്മളിപ്പോൾ സൗദി അറേബ്യയിലെത്തി. അന്നത്തെ കാലത്ത് ആ ഒരു പിന്നെ വളരെ പരിമിതമായ സൗകര്യങ്ങളിലുള്ള ഒരു സൗദിയിൽ നിന്ന് പിന്നെ കുറഞ്ഞ ഫാമിലികളുടെ ഇടയിൽ നിന്ന് കുറേ ഹോം സിക്നെസ്സൊക്കെ അനുഭവിച്ച് കഴിയുന്ന ഒരു കാലത്ത് ആയിരുന്നു നമ്മൾ നിന്നത്. ഇനി പിന്നെ നിങ്ങൾ പിന്നെ എനിക്കറിയേണ്ടത് അന്ന് ബാച്ചിലറായിരുന്ന ആ ഒരു ഹസൻ കോയ സാഹിബ് പിന്നെ കുടുംബത്തെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അവസരം സൗദിയിലെ ഉള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് പറയാം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അത് അരാംകോ പ്രോജക്ട്സ് ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. അരാംകോയിൽ വർക്ക് ആദ്യമായി എടുത്ത വർക്ക് 64,000 റിയാലിന് രാസന്നൂരിൽ. അത് കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു 3ാമത്തെ പ്രോജക്റ്റ് ആകുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, കമ്പനിക്കൊരു കോൺഫിഡൻസ് ആയി, ദോശയ്ക്കൊരു കോൺഫിഡൻസ്. അപ്പോൾ ഞാൻ അയാളെ മുതലാളി കാറിക്കായിട്ട് പറഞ്ഞ് ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ എൻ്റെ ഫാമിലി പറ്റാം, ഒരു ലൈഫില്ലാതെ പറ്റില്ല. അപ്പം അയാൾക്ക് ഡിനേ ചെയ്യാൻ കഴിയില്ല, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അതേ അതിന് തുറന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ അൽഹംദുലില്ലാ വിസ തന്നു. ഫാമിലി വിസയിൽ ഫാമിലി കൊണ്ടുവന്നു. അപ്പോഴേക്കൂടെ 8 ഫാമിലി കൂടുതൽ ആളുകൾ അന്നേരം ആൾക്കാർ അധികം വരാൻ തുടങ്ങിയിട്ടില്ല. ഫാമിലിക്കാരങ്ങനെ സീനിയേഴ്സ് ഇതായിട്ട് എഞ്ചിനീയർ ഗ്രേഡിലൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെയായി. പിന്നെ വീട് ഈ ലാൻഡ് ലൈൻ എന്ന് പറഞ്ഞ് അതൊരു അഡ്രസ്സായിരുന്നു.
അത് ശരി. മനസ്സിലായില്ലേ? അത് നമുക്കിപ്പോൾ ചെറുതായി തോന്നുമെങ്കിലും അന്നത്തെ നാട്ടിൽ നിന്ന് ആര് വരികയാണെങ്കിലും എൻ്റെ ഫോൺ നമ്പർ കൊടുക്കും. നാട്ടിൽ നിന്ന് ആർക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും. അങ്ങനെ ഒരു സഹായമായിരുന്നില്ല. കാരണം അങ്ങനെ ലാൻഡ് ലൈനിലുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരുന്നു. കമ്പനിൻ്റെ ആവശ്യത്തിനായിരുന്നു. പക്ഷെ അത് എൻ്റെ പേഴ്സണലി ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് എന്തായി, പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഖലീൽ മസ്ജിദ് ഉണ്ട് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത്, അവിടെ ആയിരുന്നു താമസിച്ചത്. അതിൻ്റെ അടുത്ത് നിങ്ങളെ വിച്ചിക്കോയ, നമ്മുടെ മുഹമ്മദ് സാലിമിൻ്റെ ഫാദറല്ലോ മുഹമ്മദ് സാഹിബ്, ബിച്ചിക്കോയ, മുഹമ്മദ് സാഹിബ്, ഹസൻ സഖാവി, ഇവരെല്ലാം കൂടി ഖുറാൻ ക്ലാസ് ഉണ്ട് മരുവായിട്ട്. അവിടെ എന്നെ ക്ഷണിച്ച് അവിടെ പോയി ഖുറാൻ്റെ പഠിക്കാൻ തുടങ്ങി. അബ്ദുൽ ലത്തീഫ് മദനി. അങ്ങനെയാണ് ഈ ഒരു പിന്നെ ഒരു ദീനിൻ്റെ അട്രാക്ഷൻ വരുന്നത്. അങ്ങനെ അവിടെ തർജ്ജമായിരുന്നു അത് പഠിത്തതാക്കി. പിന്നെ നമ്മൾക്ക് ഒരാഗ്രഹം കാണിക്കും, അള്ളാഹിൻ്റെ ഒരു സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞ ശരിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അറബികളിരിക്കണേ. അതിൽ ഞാൻ പോയി ഇരുന്ന് അവർ കൂടെ ഓതാൻ തുടങ്ങി. അത് കൂടിയിട്ട് എന്തായി, മഹ്റജും അതിൻ്റെ തെജ്വീദിൻ്റെ അതുകൊണ്ടൊക്കെ തെജ്വീദ് റൂൾ അറിയാണ്ട് തന്നെ ഓതാൻ തുടങ്ങി. അതിലൊരു സാധനം കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റയാൻ മോസ്കിലെ തെജ്വീദിൻ്റെ ട്രെയിനിങ് കോഴ്സ് തുടങ്ങുന്നത്. അതിലും ഞാൻ ചേർന്നു. മനസ്സിലായില്ലേ? പിന്നെ കുടുംബത്തോടെ ഇവിടെ കുടുംബത്തോടെ വന്ന് മകനെ അറബി സ്കൂളിൽ ചേർത്തി. അന്ന് മകന് ഒരു 7 വയസ്സായിരുന്നു. അറബി സ്കൂളിൽ ചേർത്തി. വൈകുന്നേരം ആകുമ്പം കംപ്ലീറ്റ് ഹിന്ദി ഫിലിമൊക്കെ കാണുമ്പോൾ അതിൽ അടിയും ചോരയൊക്കെ ആയിട്ട് പേര്. വീട്ടുകാരനടക്കം വന്ന് അടിക്കലാണ്, നിവൃത്തിയില്ലാണ്ടായി പോയി അവസാനം. പിന്നെ ഇന്ത്യൻ സ്കൂൾ തുടങ്ങിയിട്ടില്ല, അറബി സ്കൂൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ പിന്നെ ഇവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ല, അവർക്കിത് പുതിയൊരു സാധനമാണല്ലോ, ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഇവനാണെങ്കിൽ പ്രതികരിക്കാൻ നിവൃത്തിലോ ഒറ്റയാനാണ്, ഭാഷയും പ്രശ്നമാണ്. പിന്നെ ഫ്രണ്ട്സ് ആരുമില്ല. അങ്ങനെ അവസാനം നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കേണ്ടി വന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോളേജ് പ്രിൻസിപ്പൾ പറഞ്ഞ എന്താ അറിയോ, ക്ലാസ്സിൽ ഏറ്റവും നല്ല കുട്ടി ഇവനാണ്. ഇതിനും ഇങ്ങനെ പറഞ്ഞെന്നറിയില്ല. ഏതായാലും ചോയ്സ് ഇല്ലായിരുന്നു. എന്നിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് MESൻ്റെ കോളേജ് ചേർക്കുകയാണ്, കോതമംഗലം. ശരിയാണ്. അവിടെ ചേർന്ന് അവന് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ പിന്നെ അവിടെ നിന്ന് കംപ്ലീറ്റ്. അതാ ഞാൻ എത്ര മക്കളാണ്? ഒരു മകന് 2 പെൺകുട്ടികളാണ്. മൂത്തത് മകനാണ്. അതിൽ അൽഹംദുലില്ലാഹ് എഞ്ചിനീയറായി. ഞാൻ പഠിച്ച അതേ കോളേജിൽ തന്നെ പഠിച്ച എഞ്ചിനീയറിംഗിൽ. ഞാൻ മെക്കാനിക്കലാണ്, അവൻ സിവിലാണ്. ഇപ്പോൾ ആൾ ഖത്തറിലുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കമ്പനിയുടെ ആൾക്കാരുടെ സഹായത്തോട് കൂടി ഇവിടെ കമ്പനി വിടേണ്ടി വന്ന്. എന്നിട്ട് പിന്നെ ഖത്തറിൽ ഇപ്പോൾ കുറേ ഇന്ത്യയിൽ ഹൈദരാബാദ്, ഡൽഹി, ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്തു. ഇപ്പം സിവിൽ എഞ്ചിനീയർ ആണെങ്കിലും IT ഫീൽഡിൽ IT മാനേജറായിട്ട് ഖത്തറിൽ വർക്ക് ചെയ്യാണ്. നല്ല ഇതാണ് ഫാമിലിയായിട്ട്. അവൻ്റെ മകളെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് പിന്നെ ഇന്നത്തെ ആളുകൾക്ക് യുവാക്കളായിരിക്കും ഇത് കേൾക്കാം. അന്ന് പറഞ്ഞല്ലോ ലാൻഡ് ഫോൺ കാരണം വീട്ടിലെ ഒരു ലാൻഡ് ഫോൺ കാരണം ആളുകളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളൊക്കെ ആളുകളെ സഹായിക്കാനൊക്കെ അന്ന് ആളുകൾ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ, ഒരു ബാച്ചലർ ലൈഫായിട്ട് താമസിക്കുമ്പോൾ ഇവിടെ ആളുകൾ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളൊക്കെ ഏറെക്കുറെ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ, അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ബാച്ചലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത്രയധികം മാൻ പവർ വന്നിട്ടില്ല. ആദ്യമായിട്ട് ഇവിടെ മാൻ പവർ വരുന്നത് അൽഗുസൈബിയിലേക്കാണ്, ഷിപ്പിംഗ് കമ്പനിയിലേക്ക്, പോർട്ടിലേക്ക്. റെപ്യൂട്ടഡ് കമ്പനി. അവർ വിത്ത് അക്കോമഡേഷനാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ ഒക്കെ അതൊരു എന്തോ കാഴ്ചമാതിരി പോയി കണ്ടിരുന്ന അവരൊക്കെ ഇപ്പോൾ മാഷാ അല്ലാ വലുതായി വലിയ പൊസിഷനിലായി. കുറേ റിട്ടയർ ചെയ്ത് പിന്നെ ബാർബർ ലൈൻസ് നാട്ട് നജീബ് എന്നിട്ടൊരാൾ 30 മസ്കത്തിൽ സ്വന്തം കമ്പനിയൊക്കെ. അപ്പോൾ അന്ന് വന്ന് ലേബർ ഗ്രൂപ്പ് അതാണ്. ലേബർ എന്നല്ല പറയാം, സ്റ്റാഫായിട്ട് വരുന്നത്. ലേബറായിട്ട് വരത്തില്ല അന്നൊന്നും അല്ല, കുറേ കഴിഞ്ഞിട്ടാണ്. പിന്നെ ലേബർ വരുന്നതിൽ നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വിസ കുറച്ച് ഓപ്പണായി, വിസിറ്റർ വിസ. എനിക്ക് എന്നെ സമയത്തോളം എൻ്റെ വീട് ഒരു സമയത്ത് ഒരു ബാച്ചലർ ക്യാമ്പായിരുന്നു. അത്ര ആളുകൾ വന്നിരുന്നില്ലേ? ചില ഒരു അറബി വന്നിട്ട് എന്നോട് പറയും പാസ്പോർട്ട് കോപ്പി ഉണ്ടാക്കാൻ കോപ്പി വന്നിട്ട് അയാൾക്ക് 300-400 രൂപ എടുത്തു കഴിഞ്ഞാൽ അയാൾ 4 വിസ ഇപ്പോൾ തന്നെ കൊണ്ടെത്തിയിട്ടാണ്. ഒരു 5-6 മാസം അങ്ങനെ കുറച്ചാളെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റി. അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. കുടുംബത്തിലുള്ള ആൾക്കാർ അങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പോൾ അതിൽ പല വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ വരും. എന്നിരുന്നാലും അവർ വന്ന് ഒരു മാസം കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടും. പിന്നെ
10-1 ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, സ്പോൺസർ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ വല്ലാണ്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ചിലപ്പോൾ ഈ ക്ലീനിങ് കമ്പനിയിലൊക്കെ വന്നവരൊക്കെ ഉണ്ടാവും. അവർ കൊണ്ടുവരുന്ന തന്നെ വിസക്ക് പൈസ വാങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. ഭയങ്കര ചതിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാണ്ട് നിങ്ങൾ അറിയുന്ന ഒരാളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് നമ്മളുടെ നോട്ടത്തിലായിരിക്കും, സ്പോൺസർ നമ്മൾ അറിയും. അങ്ങനെ ഒരു പ്രയാസപ്പെട്ട ഇതിൽ എൻ്റെ ഇതിൽ ഉണ്ടായിട്ടില്ല. അന്ന് ഈ പെരുന്നാളൊക്കെ ആകുമ്പോഴേ നിങ്ങളൊക്കെ എല്ലാവരും കൂടി ഒത്തുകൂടി പിന്നെ ഒരു പെരുന്നാളാഘോഷത്തെക്കുറിച്ചൊക്കെ ഒരു പെരുന്നാളാഘോഷമില്ല. പെരുന്നാൾ കഴിഞ്ഞാൽ ഈ പറഞ്ഞ സുഹൃത്തുക്കളടുത്ത് പോകുന്നല്ലാണ്ട് ഒന്നിച്ചുള്ളൊരു ആഘോഷമൊന്നുമില്ല. ഇന്നത്തെ കാലത്തുള്ള അങ്ങനത്തെ ഒരു ആഘോഷമൊന്നുമില്ല അല്ലേ? ഈ ഇത്രയും കാലത്തെ ഒരു സൗദി അറേബ്യയിലുള്ള ജീവിതത്തിൽ ഒരുപാട് സൗദി നാഷണാലിറ്റി, സൗദിയുടെ അൽദോസരി പോലുള്ള ഒരുപാട് അറബികളായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഒരു ധാരണ അനുസരിച്ച് അറബികളെ സംബന്ധിച്ച് വളരെ അവരായിട്ട് അടുക്കാൻ പ്രയാസമാണ്. സൗദികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവരൊരു മോശമായ ക്യാരക്ടറാണെന്നൊക്കെയാണ് നിങ്ങളുടെ അനുഭവത്തിൽ ഒരു സൗദി നാഷണാലിറ്റിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സൗദികളുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ കാണുന്നു, ആരെ ഡീൽ ചെയ്യുന്നുള്ളതാണ്. എന്നെ സമയത്തോളം ഞാൻ കാണുന്നത് എൻ്റെ ഫീൽഡിലുള്ള ആൾക്കാരാണ്. എൻജിനീയറിംഗ് ഫീൽഡിൽ നമ്മുടെ കോമ്പറ്റേറ്റർ അതിൻ്റെ അറബി ആയിരിക്കും. അയാൾ ഒരുപോലെ എൻജിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്പനി ഓണറായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഈക്വൽ ട്രീറ്റ്മെൻറ്റാണ് കിട്ടുക. നിങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്റീരിയർ ഏരിയയിലേക്ക് പോവുകയാണ്, അവനോട് ഒരു 4000-5000 കൊടുത്തൊരു വിസ വാങ്ങുകയാണ്, എന്നിട്ട് ആളെ കൊണ്ടുവരികയാണെങ്കിൽ അവൻ നിങ്ങളെ ചോര കുടിക്കാൻ നിൽക്കുക. അപ്പോൾ അവർ പ്രതികരണം അവിടെ ഉണ്ടാവുള്ളൂ. അല്ല, എന്നാലും അവരുടെ കൾച്ചറും നമ്മുടെ നാട്ടിലെ കൾച്ചറുമായിട്ട് നോക്കുകയാണെങ്കിൽ അറബികളടുത്ത് നമ്മൾ ഒരുപാട് പഠിക്കുകയാണ്. എന്താണ് നിങ്ങൾ അവിടെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ബഹുമാനിക്കുന്നത്, അവൻ ഗ്രാജുവേറ്റ് ആളൊരു അവൻ്റെ മകൻ നിൽക്കുകയാണ്, അവൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കില്ല, പിന്നെ ഗസ്റ്റിന് മുമ്പിൽ അവർ ഇരിക്കില്ല, കാപ്പിയും ചായയായിട്ട് ഇങ്ങനെ നിൽക്കുന്നല്ലാണ്ട് അത് ഒഴിച്ചു തരാന്നല്ലാണ്ട് നിങ്ങളും അവൻ്റെ വാപ്പിയെ സംസാരിക്കുന്ന അവൻ ഇടപെടില്ല. അവൻ നമ്മളെക്കാട്ടും വിവരം ഉണ്ടാവും, പക്ഷേ ഇടപെടില്ല. അവിടെ ബഹുമാനമായിട്ട് നിൽക്കും. അതേ സ്ഥാനത്ത് അവർ നിങ്ങളെ ഭക്ഷണം ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് തിന്നിക്കുക എന്നുള്ളതാണ് അവരുടെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് നമുക്കത് ആദ്യം ഒരു പ്രയാസം തോന്നെങ്കിലും നല്ല ഭാഗങ്ങളൊക്കെ തിന്നിട്ട് നിങ്ങൾക്ക് എടുത്തു തരാം. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഫോണൊക്കെ ചോദിക്കണമെന്ന് ഇനി എങ്ങനെയുണ്ട്, എൻ്റെ കുടുംബം എങ്ങനെയുണ്ട്, നാട്ടിലെങ്ങനെയുണ്ട്, നിങ്ങളെ സുഖവിഷയങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം സബ്ജക്റ്റിലേക്ക് അടുക്കുള്ളൂ. രണ്ട് അറബികൾ കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അവരിങ്ങനെ കുറേ നേരം ഒരേ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചോദിക്കുന്നത് കാണാലോ. അതൊരു തമാശ പറയും. ഞാൻ ഇന്റർനാഷണൽ കോളുള്ള സമയത്ത് കുറേ സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അവസാനം ചോദിക്കും ഇനി ആരാന്ന് നോക്കിയോ, റോങ് നമ്പർ. 10 മിനിറ്റ് സംസാരിച്ചായിട്ടാണ് അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അത് അവരുടെ ഹാബിറ്റാണ്. അതിലവർക്ക് സമയനഷ്ടം തോന്നില്ല. അങ്ങനെയാണ് അല്ലേ. അങ്ങനെ തന്നെ ഇപ്പോൾ ഒരു വെക്കേഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ കാണുകയാണെങ്കിൽ എല്ലാവരും വന്നിട്ട് നിങ്ങളെ മൊത്തും. നീ എവിടെ പോയി? ഞാൻ ആ നാട്ടിൽ പോയി. സുഖം തന്നെ. അങ്ങനെ എന്നിട്ട് അപ്പോൾ എല്ലാവരും അപ്പം നാട്ടിൽ പോയി വെച്ചിട്ടുണ്ട്. പള്ളിയിൽ വരുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് നിങ്ങൾ ഇതാക്കുകയാണ്. സുഖമില്ലാണ്ട് കിടന്നു പോയി വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരാഴ്ച പള്ളി കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ പോയി വെച്ചിട്ടൊക്കെ. എനിക്ക് എന്തായാലും വീടിൻ്റെ അടുത്തുള്ള അനുഭവം, പള്ളിയിൽ ഞാൻ സ്വബീ ഞാൻ കുറച്ചിരിക്കും. പിന്നെ ജാഹിലിയാൻ കഴിഞ്ഞ് രണ്ടാമത്തെ നല്ല സമയത്ത് സ്വബീ കഴിഞ്ഞാൽ ഞാൻ ഇരിക്കും, ഇഷ്റാഖ് വരെ ഇരിക്കും. വീടിൻ്റെ അടുത്തുള്ള പള്ളി പൂട്ടലാണ്. അപ്പോൾ ഞാൻ വേറെ പള്ളിയിൽ പോയി. അപ്പം ഇമാം എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അയാൾ എൻ്റെ കാറ് കാണുന്നുണ്ട്, ഇപ്പം എനിക്ക് ഫജീറിന് വരുന്നുമില്ലല്ലോ. അപ്പോൾ വേറെ ആളെ അയച്ചിട്ട് ചോദിച്ച് എവിടെയാണ് ഇപ്പം ഞാൻ അപ്പോൾ ഞാൻ ആൾക്ക് എന്ത് പറഞ്ഞ് ഞാൻ ഇവിടെ അടുത്ത പള്ളിയിലാണ് ബഹിഷ്കരിക്കൽ, എനിക്ക് സ്വഭാവിക്കാൻ ഇരിക്കുന്നുണ്ട്. എന്താ എന്നോട് പറഞ്ഞില്ല എന്ന് വെച്ച് ഞാൻ പറഞ്ഞ് നിങ്ങളെ സിസ്റ്റർ അപ്പം തന്നെ ഒരു താക്കോൽ ഉണ്ടാക്കി തന്നിട്ട് പറഞ്ഞ് നീ എപ്പോൾ വേണോ തുറന്നോ, എപ്പോൾ വേണമെങ്കിലും അടച്ചോ, എനിക്കുള്ളതെന്ന് പറഞ്ഞു. അവിടെ ആ ഒരു സ്നേഹവും നിങ്ങളോടാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. അതെ, നമ്മളിപ്പോൾ ഒരാൾ സ്ഥിരമായി വരുന്ന ആൾ പള്ളിയിൽ വരുന്നില്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം അല്ലേ? കാണിക്കണം. അത് ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ നാട്ടിലും ഈ ജുമാഅത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിനാണ്. വെറും അള്ളാഹ്ക്ക് വേണ്ടി കൈകെട്ട് മാത്രമല്ല, നമ്മുടെ സാഹോദര്യം ഉണ്ടാക്കണം. അത് പറഞ്ഞില്ല, 5 നേരത്തെ നിസ്കാരം കാണാനാണ്, ജുമാ പ്രാദേശികൾ കാണാനാണ്, ഹജ്ജ് കൊല്ലത്തിലെ ആൾക്കാരൊക്കെ, ഹജ്ജ് ലോകത്തിലുള്ള എല്ലാവരോട് കാണാനാണ്, പെരുന്നാളിന് അതേമാതിരി എല്ലാവരും. ഇതാണ് അതിൻ്റെ ഉള്ളത്. അല്ലാണ്ട് പുറ നിസ്കരിച്ചാലും അള്ളാഹ് നിസ്കരിക്കും. പക്ഷെ അതല്ല, ഈ ജുമാഅത്ത് വെച്ചതിൻ്റെ ഇതിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതിൽ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ നമുക്ക് ചെറിയ എഡിറ്റിംഗ് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പള്ളിയിൽ പോയി നമസ്കരിക്കണം, നമുക്ക് ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം.
ആ സമയത്ത് നമുക്ക് കിട്ടുന്ന അത് എയിം ഉദ്ദേശം പിന്നെ ഇങ്ങനെ ആവണം. തന്നെയാണ്, സംശയമില്ല, ശരിയാണ്, സമ്മതിച്ചു. പക്ഷെ അതേ സ്ഥാനത്ത് ഇങ്ങനെ ഒന്നുണ്ട്, നമ്മൾ പോയിട്ട് അടുത്തുള്ളവർക്കൊന്നും സലാം കൂടി പറയാണ്ട്. അല്ല, അത് ഒരിക്കലും ശരിയല്ല. നമ്മൾ ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം, നമ്മൾ പിന്നെ ആളുകളെ പരസ്പരം അറിയണം. ഇതൊക്കെ നമ്മളെ പിന്നെ പള്ളി പിന്നെ ഒരു നമസ്കാരത്തിന് മാത്രമല്ല, ഒരു സാംസ്കാരിക, അതായത് നമ്മളുടെ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയായി മാറണം എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പല ആളുകളുടെ പ്രയാസങ്ങളൊക്കെ അവിടെ വന്ന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പണ്ടൊരു ചെല്ലുണ്ട്. നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞോന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പരിഹാരം കിട്ടുമായിരുന്നു പണ്ടത്തെ കാലത്ത്. ഇന്ന് പലപ്പോഴും ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ആളുകൾ നമസ്കരിച്ചു പോകുന്നു. അതിനൊരു മാറ്റം വേണം തന്നെയാണ് ഇപ്പോൾ കോയ സാഹിബ് നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ എനിക്ക് ഒരു സൗദി അറേബ്യയിൽ വന്ന ആളുകളൊക്കെ പിന്നെ ആരായാലും ആഗ്രഹിക്കുക മക്ക പോയി ഒരു ഉംറ, ഒരു പിന്നെ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ ചെയ്യണം എന്നല്ലേ. ഈ വന്ന് ആദ്യത്തെ ഉംറയെക്കുറിച്ച് വല്ല ഓർമ്മ ഉണ്ടോ? ഇന്നത്തെ കാലത്ത് ആ ഒരു കാലത്തുള്ള ഉംറ? ആദ്യത്തെ ഉംറ ചോദിച്ചാൽ ഉംറ ഇതുണ്ട്, കാരണം അത് കമ്പനിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നോമ്പ് ഒരു 20 ആകുമ്പോഴേക്ക് എനിക്കിങ്ങനെ ആവശ്യം വരും. അപ്പോൾ കമ്പനി പോയിക്കോന്ന് പറയും, ഉമ്ര പോയിക്കോ. നോമ്പ് 20 പോവാ, നോമ്പ് 20 പോയിട്ട് 14 വരെ നിൽക്കുകയാണ്. മാഷാ അല്ലാ. അപ്പോൾ യാത്രയൊക്കെ പിന്നെ ബസ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഫ്ലൈറ്റിൽ പോകും. പിന്നെ അതുകൂടാതെ ആദ്യത്തെ ഹജ്ജൊക്കെ കാറിലാണ്. ആദ്യത്തെ ഹജ്ജിന് പുതിയ കാറെടുത്ത് ഡ്രൈവർ വെച്ച് വന്നു. ഡ്രൈവർ പിന്നെ ഡ്രൈവർ അയാളെ ഭാര്യനെ കൊണ്ടുവരുന്ന വെച്ച്, അയാൾ 5 പെട്ടെന്ന് വെച്ച്, അവസാനം പിന്നെ അയാളെ ഗസ്റ്റായി ഞാൻ മാറി. ഞാനും ഭാര്യ അങ്ങനെ കമ്പനി സപ്പോർട്ട് കൂടി ആദ്യത്തെ ഹജ്ജ് ചെയ്തു. സ്വന്തം ഹജ്ജിൻ്റെ ഓർമ്മകളൊന്ന് പറയാൻ പറ്റില്ല. അന്ന് മീനയിൽ ടെൻ്റൊന്ന് ബുക്ക് ചെയ്യണ്ട, കാറ് നേരെ പോയി നമ്മുടെ ടെൻറ്റിനെ കൊണ്ട്, ടെൻറ്റ് സ്വന്തം കെട്ടലാണ്, സ്വന്തം കെട്ടലാണ്. അപ്പോൾ കാറിൽ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് കൊണ്ടുവെക്കാണ്. അപ്പം ഹജ്ജ് കഴിഞ്ഞാൽ കാണാം കാറിങ്ങനെ മുകളിൽ കെട്ടും. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ടെൻറ്റ് കെട്ടും. വെള്ളം തന്നെ നമ്മൾ ശേഖരിക്കണം. പോണ വഴിയിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ ഉണ്ടെങ്കിൽ അടിച്ച്, ഇല്ലെങ്കിൽ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല, കൈ കൊണ്ടൊക്കെ പെട്രോൾ അടിച്ച അനുഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു നല്ല ഇതാണ്, പ്രയാസമായിരുന്നു. ഇന്നത്തെ കാലത്ത് എളുപ്പമല്ല. അല്ലല്ല, ഭക്ഷണം തന്നെ വഴിന്ന് കിട്ടിയെങ്കിലായി. പെട്രോൾ പമ്പുകൾ ഒരു പമ്പിൽ പെട്രോൾ ഇല്ലെങ്കിൽ പിന്നെ റിസ്ക്കാണ് അടുത്തിലെത്താൻ, എത്തിയെങ്കിലെത്തുന്നില്ലാണ്ട് അതിപ്പോൾ ഇപ്പോൾ ഫുൾ അടിച്ചുകൊണ്ട് നിൽക്കണം. ചിലപ്പം ക്യാനും കാണും പെട്രോൾ. പിന്നെ ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു പിന്നെ ആളുകളൊക്കെ പറയാറുണ്ട് തെക്കേപ്പുറം എന്നൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് ഒരു ധാരണ ഉണ്ടോ? അങ്ങനെ ഒരു കൂട്ടായ്മ, അതിൻ്റെ സ്ഥാപക ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തെക്കേപ്പുറത്തിൻ്റെ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവാനുള്ള കാരണം, അന്ന് കോഴിക്കോട് ഒരു സിസ്റ്റമുണ്ട്, കല്യാണത്തിന് പെണ്ണിൻ്റെ ഭാഗത്തും ചിലവ് ചെയ്യണം അധികം, അറുണ്ടാക്കാനും പുയ്യാപ്പളിൻ്റെ ഇതിനൊക്കെ ചിലവുണ്ട്. അതായത് പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പുതിയാപ്പിള പെണ്ണിൻ്റെ വീട്ടിലെ വരിക. അപ്പോൾ ഈ സാധുവിന് ഇതൊന്നും താങ്ങാൻ കഴിയില്ല. അപ്പം വീക്കെൻഡ് ആകുമ്പം റോഡിനുള്ള ആൾക്കാർ പറയും, ഇന്ന ആളുടെ മകളെ കല്യാണം ഉണ്ട്, 5 റുപ്യ 10 റുപ്യ അതൊക്കെ കൊടുക്കും. അങ്ങനെ അത് ഞാൻ കണ്ടു വന്ന ആളാണ്. കുട്ടിയുടെ ഉപ്പനെ സഹായിക്കാം. അത് എല്ലാവരുടെ ഒരു ബാധ്യത. അതിൽ ഒന്നുമില്ല, അത് ജനറലി ഇടാൻ അതിൽ കുറവ് തോന്നില്ല ചെയ്യുമെന്ന്. ഇവിടെ വന്നപ്പോൾ പിന്നെ കത്ത് വരാൻ തുടങ്ങി, ഇന്നയാളെ കല്യാണം ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റി, ഇത് നമുക്കൊന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അതേമാതിരി ഞാൻ എല്ലാവരും 50 റിയാൽ മാസത്തിൽ തരുന്നുണ്ട്. 10 ആൾ കൂടിയിട്ട് 500 റിയാലാക്കിയിട്ട് ഒരു യൂണിറ്റ് തുടങ്ങിയാണ്. അങ്ങനെ അത് ഇതായി നാട്ടിൽ നിന്ന് കത്ത് വന്നു കഴിഞ്ഞാൽ അയക്കും. 500 റിയാൽ തുടങ്ങിയിട്ട് ഇപ്പം ലക്ഷക്കണക്കിന് കൊടുക്കുന്നുണ്ട്. അത് കല്യാണം കഴിഞ്ഞു, റിലീഫ് തുടങ്ങി, എഡ്യൂക്കേഷണൽ ഫീൽഡായി, ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ളതായി, പലതും വളരെ ഇതായി. അതിപ്പം ഗൾഫ് കമ്പൈൻഡായി. അങ്ങനെ വെറും സൗദി മാത്രമല്ലാതായി, ദമ്മാമല്ല സൗദി മാത്രമല്ല ഗൾഫ് ഇതായി. അത് കോർഡിനേറ്റ്. അൽഹംദുലില്ലാ. പിന്നെ അങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ഉള്ളൊരു ആഗ്രഹം അള്ളാഹു നൽകിയിട്ടുള്ളത് ബഹുമാന്യായ ഹസൻ കോയ സാഹിബിലൂടെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ എല്ലാ നന്മകളും വരുമ്പോഴൊക്കെ അതിൻ്റെ ഒരു കൂലി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുക, എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സ്റ്റുഡിയോയിൽ വന്ന് ഈ ഒരു ഇത്രയും സമയം നമ്മോടൊപ്പം ചിലവഴിച്ചു. അൽഹംദുലില്ലാ. ഇന്ന് കുറേ ആളുകൾ ഇപ്പോൾ സൗദിയിലേക്ക് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. കുറേ ആളുകൾ വന്ന ആളുകളുണ്ട്. അവരോടൊക്കെ എന്താണ് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത്? അവർക്കൊരു
പിന്നെ പഴയ കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ പിന്നെ അതായത് നമുക്ക് പിന്നെ എനിക്ക് ഒരു കാര്യം നമ്മുടെ യാത്രയിൽ നിന്ന് മനസ്സിലായി, ഡെഡിക്കേഷൻ. ഒരു വർക്ക് ചെയ്യണമെന്ന്, ഒരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വളരെ ആത്മാർത്ഥമായ കഠിനാധ്വാനം വേണം എന്നുള്ളത് നിങ്ങളോടുള്ള പിന്നെ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്? പണ്ടിപ്പോൾ പറഞ്ഞ മാതിരി ആദ്യം ഒരാളിവിടെ വന്നു കഴിഞ്ഞാൽ 2 കൈയും 2 കാലും മതിയായിരുന്നു, എന്തെങ്കിലും ജോലി കിട്ടും, ഹോട്ടലിലോ അല്ലെങ്കിൽ ഓഫീസ് ബോയ് ആയിട്ടൊക്കെ. ഇപ്പോഴതല്ല. സൗദിയൈസേഷൻ വന്ന് സൗദികൾ വിദ്യാഭ്യാസമുള്ളവരായി. ഇൻ്റർവ്യൂ എന്നെ അന്ന് എൻജിനീയർ എന്നല്ലാണ്ട് എന്ത് എൻജിനീയറാണെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്നും അവർക്കറിയില്ല എന്ത് ചെയ്യണം. ഇന്നതല്ല, എൻജിനീയർ മെക്കാനിക്കൽ തന്നെ ഏത് ഡിവിഷൻ ചോദിക്കും, ഇലക്ട്രോണിക് തന്നെ ഏത് ഡിവിഷൻ ചോദിക്കും. അങ്ങനെ പല ബ്രാഞ്ച് പല ഡിവിഷനായി എഡ്യൂക്കേഷണൽ ഫീൽഡിൽ, ടെക്നിക്കൽ ഫീൽഡിൽ ഇങ്ങനെ വാസ്റ്റായിട്ട് ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സ്പെസിഫിക്കായിട്ട് പറയണം, ഞാൻ IT എൻജിനീയറിങ്ങിൽ ഇത്തരത്തിൽ അതായിക്കഴിഞ്ഞാൽ നല്ല സ്കോപ്പുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല സ്കോപ്പ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ അത് കണ്ടെത്തണം, അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. വെറുതെ അങ്ങനെ ഡിഗ്രിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ യു ആർ ഹെൽപ്ലെസ്. നല്ല എക്സ്പീരിയൻസ് ആയിട്ട് പ്രിപ്പയർഡ്. അതുകൂടാണ്ട് വേറെ ഒന്നും കൂടി പറയാനുള്ളത്, നമ്മൾ ഒരു ചാനലിൽ പോകണം. എനിക്ക് പറ്റിയൊരു അബദ്ധം, മെക്കാനിക്കൽ എൻജിനീയർ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കമ്പനിയിൽ ഹോസ്റ്റലിൽ ചേർന്ന് സിവിൽ വർക്ക് ചെയ്ത് കുറേ ബിൽഡിംഗ് ഉണ്ടാക്കി, കുറേ പൈപ്പ് ലൈൻ ചെയ്ത്, കുറേ റോഡ് വർക്ക് ഉണ്ടാക്കി. കമ്പനി 1995 എന്നെ ഒഫീഷ്യലായിട്ട് ടെർമിനേറ്റ് ചെയ്തു. ഇപ്പോഴും അവർ വിസ തന്നെയാണ്, അൽഹംദുലില്ലാ, അത് വേറെ. പക്ഷേ ആ പിരിച്ചു വിട്ട സമയത്ത് ഞാൻ ജോലി നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം നോക്കും, മെക്കാനിക്കൽ എൻജിനീയർ എക്സ്പീരിയൻസ് അധികം സിവിലിൽ. അങ്ങനെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം വന്നു. അതുണ്ടാവും. നമ്മൾ ഒരു ലൈൻ, ഇപ്പോൾ ഞാൻ എൻജിനീയറിംഗ് ചൂസ് ചെയ്ത മാതിരി നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു ട്രാക്ക് ചൂസ് ചെയ്യുക, അതിൽ തന്നെ പോവുക. ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാൽ അതിൽ എക്സ്പീരിയൻസ് കൗണ്ട്. ഇപ്പോൾ എൻ്റെ അതിൽ മാസ്റ്റർ ആവും അല്ലേ? അതിൽ മാസ്റ്റർ ആവുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ആ എഡ്യൂക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ സാലറി, എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള എല്ലാം മാറും. അല്ലാണ്ട് സകല കൊല്ലാബി മിക്സഡ് ആകുമ്പം അതിനുള്ള ഡിസഡ്വാൻറ്റേജ് വളരെയധികം ഉണ്ട്. അത് നമ്മൾ ഐ ആം ഏബിൾ ടു ഡു ദിസ് ജോബ് എന്ന് പറഞ്ഞിട്ട് പറയാൻ കഴിയണം. അല്ലാണ്ട് ഞാൻ എന്തും ചെയ്തോളാം എന്ന് പറയുന്നത് അതൊരു എന്താണ് പ്രൊഫഷണൽ അപ്രോച്ച് അല്ല. അത് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് അല്ല. നമുക്ക് ഞാൻ എന്ത് വർക്കും ചെയ്യാന്നുള്ളത്, നമ്മൾ എന്തിലെങ്കിലും ഒരു മാസ്റ്റർ ആവണം. എന്തായാലും ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച ഹസൻ കോയ സാഹിബിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, സൗദി അറേബ്യ വളരുകയാണ്. ഇത് കേൾക്കുന്ന കുറേ ആളുകളുണ്ടാവും, നാട്ടിലുള്ള ആളുകളോടാണ് ഈ പറഞ്ഞത് മുഖവിലക്ക് എടുത്തുകൊണ്ട് നമുക്ക് പിന്നെ നമ്മളുടെ കുടുംബത്തെ പിന്നെ നല്ല രീതിയിൽ നല്ല ജോലി സമ്പാദിക്കാനൊക്കെ വേണ്ടി ശ്രമിച്ച് സൗദിയിലേക്ക് വരാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇനിയും ഉണ്ട്. സൗദി അറേബ്യയുടെ 2030 വിഷൻ 2030 അത് കഴിഞ്ഞാൽ വേറൊരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് സൗദി നീങ്ങാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഇത്രയും നേരെ നമ്മോടൊപ്പം പിന്നെ അനുഭവങ്ങൾ പങ്കുവെച്ച ബഹുമാനായ ഹസൻ കോയ സാഹിബിന് പീസ് റേഡിയോ മാനേജ്മെൻറ്റിൻ്റെ വക നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ അല്ലാഹു അവസരം നൽകട്ടെ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.